ചോട്ടുവിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ. ഇതാണ് ആ റീസൺ. ചോട്ടു ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. ഞാൻ പാവായണ്ട് ഇവന്റെ ഈ കുളിസിത പ്രവർത്തികളിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അവന്റെ നോട്ടം കണ്ടില്ലേ, നിനക്ക് ചെറുക്കൻ ഉണ്ടോടി എന്നാണ് ആ നോട്ടത്തിന് അർത്ഥം. രാവിലെ തന്നെ ബേഡാക്കി. അങ്ങനെ അടുത്ത വർഷത്തെ കലണ്ടറൊക്കെ നമുക്ക് കിട്ടി. കഴിഞ്ഞ വർഷം യേശുക്രിസ്തു, ഈ വർഷം ഗണപതി. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഇല ഇരിക്കുന്നു. ഇന്ന് സദ്യയാണോ? അല്ല കേട്ടോ, മറ്റേ ഹോസ്പിറ്റൽ പൊതിച്ചോറും എടുക്കത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഓറിയോ ഞാൻ രാവിലെ പറ്റിക്കപ്പെട്ടു ഗൈസ്. ഇനി ഇങ്ങനെ കറങ്ങി നിന്നിട്ട് വേണം എനിക്ക് ടൈപ്പിന് പോവാൻ. അപ്പൊ ഇനി ഭക്ഷിക്കണം. അപ്പോൾ കഴിക്കാൻ വേണ്ടി ഇഡലിയും രസവടയും. ഇഡലി എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, പക്ഷെ രസവട എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. സോ ഇന്ന് അടിയൊന്നും ഉണ്ടാക്കേണ്ട, അമ്മയെടുത്ത് സാക്രിഫൈസ്. പിന്നെ ഞാൻ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്തിരുന്ന് ഒരുത്തി ഭയങ്കര പരാതി. എന്താടി എന്ന് ചോദിച്ചത് മാത്രം എനിക്ക് ഓർമ്മയല്ല, അവള് തിരിഞ്ഞ് എണിച്ചിരുന്ന പരാതി എന്താണെന്ന് വെച്ചാൽ അവളാണ് ഇത്രയും കാലം ഈ ഏരിയയിൽ സുന്ദരി എന്ന് വെച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഒരു പുതിയ ദൈവള്. ഇതിന് പകരം അവള് പ്രതികാരം തീർത്തത് 4 തല തെറിച്ചങ്ങൾക്ക് വിളി ജന്മം. എന്നാലും ഞാൻ അടുത്ത് പോയപ്പോൾ അതും കൊണ്ട് എന്തായിരിക്കും ഓടിയത്? ഞാൻ എടുക്കൂന്ന് മേടിച്ചിട്ടായിരിക്കുമോ? ഇപ്പോ വേദിയിൽ 2 പിള്ളേരെ കാണിക്കാൻ കഴിഞ്ഞുള്ളൂ, ബാക്കി എല്ലാവരും പറക്കാൻ പോയി. ഈ കലാവിരുന്നൊക്കെ കണ്ട് ഓറിക്ക് ഉറക്കം വന്ന് ഞാൻ ഇനി ആ ഉറക്കത്തിന് ശല്യം ആവണ്ടെന്ന് വെച്ച് ഞാനും അവിടെ നിന്ന് പതുക്കെ ചലിച്ചു ടൈപ്പിനോട്ട് പോയി. എന്നാ ശരി ഗൈസ്, ബൈ.